വയനാട് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ കടുത്ത നഴ്സിംഗ് ക്ഷാമം നിലനിൽക്കുമ്പോഴും PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളോട് അവഗണന. 2025 ജനുവരിയിൽ നിലവിൽ വന്ന സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ജില്ലയിൽ ആകെ നടന്നത് വെറും 2 നിയമനങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധി തവണ നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടും ഫയലുകൾ നീങ്ങുന്നില്ല എന്നാണ് പരാതി. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കടുത്ത ആശങ്കയിലാണ്. ആരോഗ്യമേഖലയിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന വയനാട് ജില്ലയോട് അധികൃതർ കാണിക്കുന്ന കടുത്ത അവഗണനയുടെ തെളിവാണ് സ്റ്റാഫ് നഴ്സിംഗ് നിയമനത്തിലെ കണക്കുകൾ. ഷിഗല്ലയും മറ്റ് പകർച്ചവ്യാധികളും ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലും ജില്ലയിലെ പ്രമുഖ ആശുപത്രികളെല്ലാം ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നേരിടുകയാണ്. ആശുപത്രികളിൽ കിടക്കകളുടെ എണ്ണവും പുതിയ ബ്ലോക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് നഴ്സുമാരെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പൂർണ്ണ സജ്ജമായിട്ടും ജീവനക്കാരുടെ കുറവ് മൂലം ചുരുക്കം OPകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് 2 നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് കാരണം നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ കട്ടിലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പല സ്ഥാപനങ്ങളുടെയും കട്ടിലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെങ്കിലും അവിടെ നിയമനം നടന്നിട്ടില്ല. ഇപ്പോഴും 1961 സ്റ്റാഫ് പാറ്റേൺ ആണ് തുടരുന്നത്. ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിനെ ഉയർത്തി 500 കിടക്കകളുടെ ബെഡായിട്ട് ഉയർത്തിയെങ്കിലും അവിടെ ആവശ്യത്തിനുള്ള നിയമനം നടന്നിട്ടില്ല. പിന്നീട് കുറച്ച് ഡോക്ടർമാരുടെ നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. അതുപോലെ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ 50 ബെഡ് സ്റ്റാഫാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ 250 ബെഡായി ഉയർത്തി, പക്ഷേ അവിടെയും നിയമനം നടന്നിട്ടില്ല. കോഴിക്കോടും ആലപ്പുഴയും എല്ലാം റാങ്ക് ലിസ്റ്റിലുള്ള ഭൂരിഭാഗം പേർക്കും നിയമന ശുപാർശ നൽകുമ്പോൾ വയനാട്ടിൽ 115 പേരുള്ള ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയത് വെറും 2 പേർക്ക് മാത്രം. 1961 കാലഹരണപ്പെട്ട രോഗി നഴ്സ് അനുപാതമാണ് ഇപ്പോഴും ഇവിടെ പിന്തുടരുന്നത്. സുൽത്താൻ ബത്തേരി ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിനായുള്ള പോസ്റ്റ് ക്രിയേഷൻ ഫയൽ ചുവപ്പ് നാടയിലാണ്. പുതിയ സർക്കാർ വന്നിട്ടും ഈ ഫയലുകൾ നീങ്ങുന്നില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി കുറഞ്ഞ നാളുകൾ മാത്രമാണ് ബാക്കി. സ്ഥാനക്കയറ്റത്തിന് പിന്നാലെ വരുന്ന ഒഴിവുകൾ പോലും കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. നല്ലൂർനാട് ക്യാൻസർ കെയർ സെന്ററിലെ നഴ്സിംഗ് തസ്തികകളുടെ ഫയലും നീങ്ങുന്നില്ല. അടിയന്തരമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമന നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ വർഷങ്ങളുടെ കഠിനാധ്വാനം പാഴാകുമെന്ന ആശങ്കയിലാണ് റാങ്ക് പട്ടികയിലുള്ളവർ. ന്യൂസ് മലയാളം, വയനാട്.